ഹായ് ഹലോ എല്ലാവർക്കും ഷെരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ബാദുഷ. അതിന് വേണ്ട സാധനങ്ങൾ: മൈദ, ഡാൽഡ, സോഡാപ്പൊടി, അത് കുറച്ച് മതി കേട്ടോ, ഒരു പിഞ്ച്, ഒരു നുള്ള് ഇത്ര മതി. പിന്നെ ഉപ്പ്, തൈര് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൻ്റെ ഒരു 1/4 കപ്പ്, അത് കുറച്ച് മതി. പഞ്ചസാര ഒരു 3 സ്പൂണ്, വെള്ളം 1 കപ്പ്. അത് മാവ് കുഴയ്ക്കാൻ പാകത്തിന് ഉള്ള വെള്ളമാണ് വേണ്ടത്. നമുക്ക് ആദ്യം പഞ്ചസാരയിലേക്ക് തൈരൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മാവ് കുഴയ്ക്കും. അതായത് ഒരു വലിയ ബൗളിലേക്ക് മൈദ ഇടുക. ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം അതിന് ചെറിയൊരു നുള്ള് സോഡാപ്പൊടി മതിയാവും. ചെറിയ സ്പൂണിൽ ഒരു നുള്ള് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഡാൽഡ ചേർക്കണം. ഞാൻ 2 സ്പൂണാണ് ഇവിടെ ചേർത്തത്. ഇപ്പോൾ ഡാൽഡ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ ചേർക്കാം. അൺസാൾട്ടഡ് ബട്ടർ വേണം ചേർക്കാൻ, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ഉപ്പ് ചേർത്തു. അതുകൊണ്ട് അൺസാൾട്ടഡ് ബട്ടർ വേണം ചേർക്കേണ്ടത്. അത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. പൊടിയൊന്നുമില്ല, കട്ട പിടിക്കാൻ വന്ന പൊടി ഒന്നുമില്ലാണ്ട് കുഴച്ചെടുക്കണം. അത് ഒന്ന് ഉരുളയാക്കുമ്പോൾ അത് ഉരുളയാവുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഞാൻ കുറച്ചുകൂടെ ഒരു സ്പൂണും കൂടെ ചേർക്കുകയാണ്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ കുഴച്ച് പിടിക്കുമ്പോൾ അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഞാൻ നമ്മൾ നേരത്തെ തൈരും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. അതും കൂടെ കുഴച്ച് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ. ഇനി വെള്ളം ചേർക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, ഏകദേശം ആ ഒരു കട്ടിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ കുഴച്ചത് കണ്ടില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ നമുക്ക് കുഴച്ച് വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് ഒരു 1.5 മണിക്കൂർ ഇത് മൂടി വെക്കണം. അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായി മൂടി വയ്ക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ പഞ്ചസാര വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാൻ 1 ബൗൾ പഞ്ചസാരയാണ് എടുത്തത്.
അതിലേക്ക് ഒരു അര ബൗൾ വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രമായിട്ട് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മുൽപ്പരുവാകുമോ എന്ന് നോക്കുക. ഏകദേശമായി വരുന്നുണ്ട്. ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കാം. അത് ഒഴിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര പാവ് കാച്ചത് എളുപ്പം കട്ടയാവത്തില്ല. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കതിനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാദുഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു വച്ചിട്ടില്ലേ, അത് ഒരു 1.5 മണിക്കൂറായി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതായത് ബാദുഷയുടെ ഷേപ്പിൽ നിങ്ങൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അതുപോലെ ആക്കുക. ചെറുതായിട്ട് കുഴച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തി ഒരു ഫിംഗർ കൊണ്ട് ചെറുതായിട്ട് താഴ്ത്തി, നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കണ പോലെ വലിയ ഹോളിടരുത്, അപ്പുറത്ത് എത്താത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെല്ലാം അങ്ങനെ ചെയ്ത് വെക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചു. ഇനി എണ്ണയിലേക്ക് നമുക്കിതിടാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് ഞാൻ ഇടുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. അതിൻ്റെ ഇത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് അത് പഞ്ചസാര പാനിയിൽ ഇട്ട് വെക്കുക. ഒരു മണിക്കൂറോളം ഏകദേശം ഇട്ടാൽ മതിയാവും. ഇടയ്ക്കൊന്ന് നിങ്ങളത് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു പഞ്ചസാര പാനി ശരിക്കും രണ്ട് ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് സോഫ്റ്റാണ്. ഈ പഞ്ചസാര അതിൻ്റെ കൂടെ കിടക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്.